ദിക്ർ നിലച്ചു പോവില്ല. ഏത് സമയവും അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരാളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അയാളെ കൂടുതൽ നമ്മൾ ചിന്തിച്ചിരിക്കും, ഒരു സംശയവുമില്ല. നമ്മുടെ മക്കൾ അല്ലേ, നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ട്, അപ്പം ആ മക്കളെ നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മുടെ ഭാര്യ, ഭർത്താവ്, നമ്മുടെ ഉപ്പ, ഉമ്മ, അവരൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും ശക്തമായി ഓർക്കേണ്ടത് ആരെയാണ്? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികളുടെ പ്രത്യേകത അവർ ശക്തമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹ് പറയാ, അള്ളാഹുവാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാളുടെ നാവിന്ന് ദിക്റുണ്ട് വരണമെങ്കിൽ മുംതലിയുൻ ഖൽബുഹു ബിഹുബ്ബില്ലാ, അവൻ്റെ മനസ്സ് നിറയെ സ്നേഹം നിറയണം. ആരോട്? അള്ളാഹിനോട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ദിക്ർ ഓർമ്മ വരണമെങ്കിൽ നമ്മുടെ റബ്ബിനോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ ഓർമ്മ വരണമെങ്കിൽ അള്ളാഹ് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹിനോടുള്ള ഇഷ്ടം ശക്തമാവണം. എങ്കിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടൊരു ഹദീസായിരിക്കാം, എങ്കിലും വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സൂചിപ്പിച്ചേ മതിയാവൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഉനബ്ബിഉക്കും, സ്വഹാബത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മത്തെ, വഅസ്കാഹാ ഇൻദ മലീകിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ കർമ്മത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, വഅർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങളുടെ പദവികൾ, സ്വർഗത്തിൽ നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന ഏറ്റവും നല്ലൊരു കർമ്മത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, വഖൈറുൻ ലക്കും മിൻ ഇൻഫാഖിദ് ദഹബി വൽ വരിഖ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായൊരു കർമ്മത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, വഖൈറുൻ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, യുദ്ധമുഖത്ത് ശത്രുവിനെ നേരിൽ കണ്ടുകൊണ്ട് ആ ശത്രു നിങ്ങളുടെ ശരീരത്തിലേക്ക് വെട്ടി പരിക്കേൽപ്പിക്കുന്നതും നിങ്ങൾ ചിരിച്ചങ്ങോട്ട് വെട്ടുന്നതും അതിനേക്കാൾ ഖൈറായ ഒരു പ്രവർത്തനത്തെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് പറയുകയാണ്, അതേ റസൂലേ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അവർക്കറിയേണ്ടത് കർമ്മങ്ങളാണ്. എന്താണ് അത്ര നല്ല കർമ്മമായിട്ട് ഏതാ ഉള്ളത് റസൂലേ? എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞു? പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ളത്, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, നമ്മുടെ പദവികൾ ഉയർത്തുന്നത്, സ്വർണവും വെള്ളിയൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നതിനേക്കാൾ ഖൈറായത് ഏതാണ്? ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. സുഹൃത്തുക്കളെ, ദിക്റുള്ളക്ക് അത്ര വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ നിസ്കാരം എളുപ്പമായി കിട്ടാൻ, എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ട് തോന്നാതെ എളുപ്പത്തിൽ നിർവഹിക്കാൻ പറ്റും. അതേപോലെ തന്നെ സക്കാത്ത്, ഇസ്ലാമിൻ്റെ ഏത് ശറായികളാവട്ടെ, ഇസ്ലാമിൻ്റെ ഏത് ശരീഅത്താവട്ടെ, ആ ശരീഅത്തെല്ലാം, ഇസ്ലാമിൻ്റെ ഏത് കർമ്മവും നമുക്ക് എളുപ്പം നിർവഹിക്കാൻ പറ്റുക ദിക്ർ നിലനിൽക്കുമ്പോഴാണ്. നാവിൽ എപ്പോഴും ദിക്റുള്ള ഉണ്ടോ അവന് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതല്ലാത്തവന് പ്രിയപ്പെട്ടവരെ നല്ല ഇടങ്ങറായിരിക്കും അത് കൊണ്ടടക്കാൻ. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ടല്ലോ, അദ്ദിക്റു ലിൽ ഖൽബി കൽമാഇ ലിസ്സമക്, മനസ്സിന് ദിക്ർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്, ഒരു മത്സ്യത്തിന് വെള്ളം എങ്ങനെയാണോ അങ്ങനെയാണ്. ഒരു മത്സ്യത്തിന് വെള്ളം എത്ര അനിവാര്യമാണോ അതുപോലെയാണ് ഹൃദയത്തിന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയെന്നാണ്. ഫമാ ബാലുസ്സമകി ഇദാ ഫാറഖൽ മാ, വെള്ളത്തിൽ നിന്നൊരു മത്സ്യം പുറത്തു ചാടിയാൽ എന്താ സംഭവിക്കുക എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ചോദ്യം. നമുക്കൊക്കെ അറിയാം, വെള്ളത്തിൽ നിന്നൊരു മത്സ്യം പുറത്ത് ചാടിയാൽ മരിച്ചു. അപ്പം നമ്മുടെ മനസ്സിൽ ദിക്റുള്ള ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചുപോയി, നമുക്ക് ജീവനില്ല. അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ ജീവനുള്ള ആളല്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറുഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരുത്തനും റബ്ബിനെ ഓർക്കാത്ത ഒരുത്തനും തമ്മിലുള്ള ഉപമ എങ്ങനെയെന്നറിയുമോ? മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്നവനെ പോലെയും മരിച്ചവനെ പോലെയുമാണ്. അള്ളാഹിനെ ഓർക്കുന്ന ഒരുത്തൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അള്ളാഹിനെ ഓർക്കണില്ലെങ്കിലോ നമ്മൾ മരിച്ചതിന് സമാനാണെന്നാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് നമുക്കൊക്കെ ചിന്തനീയമായൊരു കാര്യം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയാണ്, വമൻ യദ്കുറുല്ലാഹ യഹ്യ ഖൽബഹു,
ആരെങ്കിലും റബ്ബിനെ ഓർക്കുന്നുണ്ടോ അവൻ്റെ മനസ്സിന് ജീവനുണ്ടാവും. വയൽഹറു അസറ ദാലിക ഫീഹി, അതേപോലെ തന്നെ ആ റബ്ബിനെ ഓർക്കുമ്പോൾ ആ ദിക്റിൻ്റെ എല്ലാ സ്വാധീനങ്ങളും എല്ലാ അടയാളങ്ങളും അവൻ്റെ ജീവിതത്തിൽ കാണാം. ഫയകൂനു ദാലിക നാഫിഅൻ ലഹു ഫിദ്ദുനിയ വൽ-ആഖിറ, ഇഹലോകത്തും പരലോകത്തും അതിൻ്റെ പ്രയോജനം അവന് കിട്ടും. ബിഖിലാഫി മൻ ലാ യദ്കുറുല്ലാഹ സുബ്ഹാനഹു വതആല ഫഹുവ കൽ ജീഫ, അള്ളാഹുവിനെ ഓർക്കാത്തവൻ ഒരു ജീഫത്തിനെ പോലെയാണ്. എന്താ ജീഫത്ത് എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു ജഡം, ഒരു ശവശരീരം, ചത്ത് ദിവസങ്ങൾ കഴിഞ്ഞ് പുഴുവരിക്കുന്ന ആ ഒരു ജഡത്തിനാണ് ജീഫത്ത് എന്ന് പറയുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. റബ്ബിനെ ഓർക്കുന്നില്ലെങ്കിൽ അവനൊരു ജീഫത്താണ്, അവനൊരു ശവമാണ്, അവന് ഒരു ജഡമാണ്, ഒരു മയ്യത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിലേതിലാണ് പെടുക? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ എങ്കിൽ ദിക്ർ നമ്മുടെ നാവിൽ എന്നും ഉണ്ടാവും. നല്ലോണം നമ്മൾ വിലയിരുത്താം. നമുക്ക് വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ ഇങ്ങനെ ചെല്ലാൻ ഓർമ്മ വരുന്നുണ്ടോ? നമുക്കിങ്ങനെ പള്ളിക്കുള്ളിക്ക് കയറുമ്പോൾ അല്ലാഹു മുഫ്തഹ്ലി അബ്വാബ റഹ്മതിക് എന്ന് ചൊല്ലാനുള്ള ഓർമ്മ വരുന്നുണ്ടോ? അതല്ല, നമ്മളെ അശ്രദ്ധ പിടികൂടിയിട്ടുണ്ടോ? നമ്മൾ നല്ലോണം പരിശോധിക്കണം. സഹോദരങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. മഹാനായ യഹ്യാ നബിയോട് അള്ളാഹു 5 വസിയ്യത്ത് കൊടുക്കുന്നുണ്ട്. യഹ്യാ നബിക്ക് ഒരു ദീർഘമായ വിഷയമാണ്. ആ 5-ൽ ഒരു വസിയ്യത്ത് എന്തെന്നറിയോ? യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ പഠിപ്പിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് പറഞ്ഞു തരാൻ. മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ ഉപദേശിച്ച ഉപദേശം, വആമുറുക്കും ബിദിക്രില്ലാഹി കസീറ, നിങ്ങൾ ധാരാളമായി റബ്ബിനെ ഓർക്കണം, നിങ്ങൾ ധാരാളമായി റബ്ബിനെ ഓർക്കണം. വമസലു ദാലിക കമസലി റജുലിൻ തലബഹുൽ അദുവ്വു സിറാഅ, റബ്ബിനെ ഓർക്കുക അതല്ലെങ്കിൽ ദിക്റുള്ളയുടെ ഉപമ ഒരാളെ ശത്രുക്കൾ പിടികൂടാൻ വേണ്ടി വരികയാണ്. സിറാഅൻ, ധൃതിയോടുകൂടി, ഫി അസരി, അവൻ്റെ പുറകിൽ തന്നെയുണ്ട്. ഒരാളങ്ങനെ ശത്രുക്കൾ പിടികൂടാൻ വേണ്ടി വരുമ്പോൾ ഒരാൾ എന്ത് ചെയ്യണം? ഓടാൻ. അപ്പോൾ ആ ഓടുന്നതിനിടയിൽ ഈ മനുഷ്യനൊരു കെട്ടിടം കാണാൻ പറ്റി, ഒരു കോട്ട. ആ കോട്ടക്കുള്ളിൽ കയറി അദ്ദേഹം എന്ത് ചെയ്തു? കോട്ടയുടെ വാതിലടച്ചു. ഇനി ശത്രുക്കൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ആ കോട്ടക്കുള്ളിലേക്ക് കയറാൻ കഴിയില്ല. ഇതുപോലെയാണ് ദിക്റുള്ള എന്നാൽ. പിശാചിനൊരിക്കലും ദിക്ർ ശീലിക്കുന്ന ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണല്ലോ മഹാനായ സ്വഹാബി വര്യൻ പറയുന്നുണ്ട്, അശ്ശൈത്വാനു ജാസിമുൻ അലാ ഖൽബി ബിനി ആദം, പിശാച് മനുഷ്യന്റെ മനസ്സോട് ഒട്ടിച്ചേർന്നിരിക്കുന്നുണ്ട്. ഫഇദാ സഹാ വഗഫല, നമ്മളെങ്ങാനും അശ്രദ്ധമായി ജീവിക്കുകയാണെങ്കിൽ വസ്വസ, അവൻ നമ്മളെ വസ്വാസിലാക്കും, അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. വഇദാ തദക്കറ, നമ്മൾ ദിക്റുള്ളവരായി മാറിയാലോ ഖനസ, അവൻ വിരണ്ടോടിപ്പോകുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിശാചിൽ നിന്നുള്ള ഒരു വലിയ സംരക്ഷണം നമുക്ക് ഒരുങ്ങുന്നത് അള്ളാഹുവിനോടുള്ള ദിക്ർ നിലനിർത്തുമ്പോഴാണ്. ഇനി ദിക്ർ ഇല്ലെങ്കിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്, ശൈത്താൻ കൂടെ ഉണ്ടാവും. ശൈത്താൻ കൂടെ ഉണ്ടാവും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്താന ഫഹുവ ലഹു ഖരീൻ. പടച്ച റബ്ബിൻ്റെ ദിക്റിനെ മറന്നുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, നുഖയ്യിദ് ലഹു ശൈത്താന, അവനൊരു പിശാചിനെ ഞാൻ ഏർപ്പാടാക്കി കൊടുക്കും, അവനാ പിന്നെ അവൻ്റെ കൂട്ടാളി. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ലാസിമുൻ ലം ഫഖ മിൻഹു, അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ്, വേർപ്പെടുകയില്ല, എപ്പോഴും പിന്നാലെ ഉണ്ടാവും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത്, മനുഷ്യൻ്റെ മനസ്സിന് 2 ഹാലേ ഉള്ളൂ, 2 അവസ്ഥ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ എപ്പോഴും അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ സ്പേസാണ്, അഥവാ ഒഴിഞ്ഞടക്കാണ്. അവിടെ പിന്നെ കയറാരാ? ഇബ്ലീസാണ്. അവിടെ ശൈത്താൻ കയറും. റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മയും റബ്ബിനെക്കുറിച്ചുള്ള ദിക്റും ഇല്ലാത്ത ഒരു മനസ്സ് ആർക്കാണോ ഉള്ളത്, അതിനുള്ളിൽ പിശാച് കയറിയിരുന്ന് അവൻ്റെ താണ്ഡവമാടുമെന്ന് മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സിൽ ദിക്റുള്ള നഷ്ടപ്പെട്ടു പോകരുത്. ദിക്റുള്ള എന്ന് പറഞ്ഞാൽ കേവലം നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് ആ ഒരു ദിക്ർ ചെല്ലൽ മാത്രമല്ല, അള്ളാഹിനെ ഓർക്കുക, എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ഒരു ബോധം, അത് ദിക്റുള്ളയാണ്. ഏറ്റവും ചെറിയ രീതി, അഥവാ ദാക്കിരീന അല്ലാഹ കസീറൻ വദാക്കിറാത്ത് എന്ന് പറഞ്ഞല്ലോ ഖുർആനിൽ, ആ ദറജയിലേക്ക് എത്തേണ്ടതിൻ്റെ ഏറ്റവും ചെറുത്, ഏറ്റവും ലോ ലെവൽ എന്താണെന്നറിയോ? ഇബ്നു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്,
വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, റഹ്മാനായ റബ്ബിനെ ഏറ്റവും അധികം ഓർക്കുന്ന വിശ്വാസികളും വിശ്വാസിനികളും ആ പദവിയിലേക്ക് എത്തിപ്പെടാൻ അതിൻ്റെ ഏറ്റവും ലോ ക്വാളിറ്റി എന്താണെന്നറിയോ? ലോ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി അല്ല, ലോ ക്വാളിറ്റി എന്താണെന്നറിയോ? അദ്കാർ സ്വഭാവം മസാവും ഉണ്ടാവണം. അദ്ബാർ സ്വലാത്ത് അഥവാ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകൾ നിലനിർത്തിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഓരോ മുസീബത്ത് വരുമ്പോൾ ദിക്റുകൾ ചെല്ലണം. ഓരോ സമയത്തും നമ്മൾ ചെല്ലേണ്ടതായ ദിക്റുകളൊക്കെ ചെല്ലണം എന്നാണ്. അത് ഇതിൻ്റെ ഏറ്റവും ചെറിയ ദർജയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ചെറിയ ദർജയിലെങ്കിലും നമ്മളുണ്ടോ? അദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്ന ഗണത്തിൽ നമുക്ക് പെടാൻ കഴിയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജീവിതത്തിൽ അദ്കാർ സ്വഭാവവും മസാവും ഉണ്ടാവണം, നിസ്കാരശേഷമുള്ള ദിക്റുകൾ ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുമ്പോഴുള്ള ചില ദിക്റുകളുണ്ടല്ലോ, ചില മുസീബത്ത് വരുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലുള്ള ദിക്റും അവൻ്റെ നാവിലുണ്ടാവണം. അപ്പോഴാണ് ഒരു ചെറിയ ദിക്റുള്ള ഉള്ള ആൾ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ആ ലെവലിലെങ്കിലും ഉണ്ടോ നമ്മൾ പരിശോധിക്കുക, എന്നിട്ട് നമ്മൾ മാറുക. കാരണം നമ്മുടെ മനസ്സിൽ ദിക്റുള്ള ഇല്ലാതെയായാൽ പിന്നെ അവിടെ കയറി വരുന്നത് ഗഫ്ലത്താണ്, അശ്രദ്ധയാണ്. ഈ അശ്രദ്ധ ഉണ്ടായുള്ള പ്രശ്നം എന്താണെന്നറിയോ? നഷ്ടണ്ട് പോവും, തുലഞ്ഞു പോവും, ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ ഈ ദുനിയാവിൽ തന്നെ ഒരു ചെറിയ അശ്രദ്ധ വന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കും അല്ലേ? ഒരു കുട്ടിയെ നമ്മൾ റോട്ടിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിയെ വലതുവശത്ത് പിടിച്ച് ഉമ്മ ഇടതുവശത്തും നടന്നാൽ അതിലൂടെ ഉണ്ടാകുന്നൊരു അപകടം എന്താ? ഒന്ന് ഓണടിച്ചാൽ ചിലപ്പോൾ കുട്ടി ഇങ്ങോട്ട് മാറില്ല, കുട്ടി അങ്ങോട്ട് മാറും. കുട്ടി ഇങ്ങോട്ട് മാറില്ല, കുട്ടി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ആ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ ദുരന്തം ഉണ്ടാവുകയാണ് അല്ലേ? കാറ് ഓഫാക്കാതെ ഒരു സുഹൃത്ത് എന്ത് ഡോറ് തുറന്ന് പുറത്തിറങ്ങി, ആ ചാവി അതിൽ വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി ആക്സിലേറ്ററിൻ്റെ ചവിട്ടി, അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കുട്ടി നേരെ റോട്ടിൽ കൊണ്ട് പോയി. ഒരു ചെറിയ അശ്രദ്ധയാണ്, ഉണ്ടായ ദുരന്തം എത്ര വലുതാ ഒന്ന് ആലോചിച്ച് നോക്കൂ. പെട്രോൾ പമ്പിൽ കയറിയിട്ട് ആ ചെറിയ ആക്റ്റീവ പോലുള്ള സ്കൂട്ടർ അതിൻ്റെ മുന്നിൽ കുട്ടിനെ ഇരുത്തി ചാവിയും അതിൽ ഓണാക്കി വെച്ച് കൊടുത്തു എന്നാണ്. ഈ സ്ത്രീ ഇറങ്ങി എന്തോ ഒരു കാര്യം വാങ്ങാൻ വേണ്ടി പോകുമ്പോഴത്തേനും കുട്ടി ആ ഇതെടുത്തു. നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് വീഡിയോകൾ. ആ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ആ കുട്ടിൻ്റെ ജീവൻ ഇല്ലാണ്ടാവാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ദുനിയാവിൻ്റെ വിഷയമാണ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ പരലോകത്തിൻ്റെ വിഷയം പറയണ്ട. അപ്പം അതുകൊണ്ട് ഒരിക്കലും അശ്രദ്ധ വന്നു പോകരുത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു അഅറാഫിൻ്റെ 205-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ഉദ്ദു ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. നീ റബ്ബിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. സ്വന്തത്തിൽ, സ്വയം എന്ന് വെച്ചാൽ രഹസ്യമായി പരസ്യമായി ഒക്കെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം. രാവും വൈകുന്നേരവും ഒക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അള്ളാഹ് അടിവരയിട്ട് നമ്മളോട് പറഞ്ഞു, വലാ തകും മിനൽ ഗാഫിലീൻ, ഒരിക്കലും നീ അശ്രദ്ധയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോവല്ല. അശ്രദ്ധ ഉണ്ടാവല്ലേ? അശ്രദ്ധ ഉണ്ടായ പ്രശ്നമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ അശ്രദ്ധ വന്നുപോയാൽ നമ്മൾ നന്നായിട്ട് പ്രയാസപ്പെടും. ദിക്ർ നഷ്ടപ്പെട്ടാൽ ആ ദുരന്തം പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടായിരിക്കും. മഹാനായ ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, മനസ്സ് വല്ലാത്തൊരു പിരിമുറുക്കം, മനസ്സിന് വല്ലാത്തൊരു കാഠിന്യം, എന്ത് കേട്ടാലും നന്നാവാൻ പറ്റണില്ല. എത്രയെത്ര ഉപദേശങ്ങൾ കേൾക്കുന്നു, എത്രയെത്ര ക്ലാസ് കേൾക്കുന്നു, എത്ര ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുന്നു നമ്മൾ. പ്രിയപ്പെട്ടവർ, നമുക്കിത് തോന്നിയിട്ടുണ്ടോ? എന്തെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് പടച്ചോനെ, എന്നിട്ട് എൻ്റെ മനസ്സ് എന്തെങ്ങനെ, എൻ്റെ മനസ്സിനൊരു മാറ്റം വരുന്നില്ലല്ലോ, ഇതെനിക്ക് സ്വാധീനിക്കുന്നില്ലല്ലോ. എത്രയെത്ര മനുഷ്യരെ ഞാൻ ഖബറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കെന്താണ് റബ്ബേ പരലോകത്തെക്കുറിച്ച് ഓർമ്മ വരാത്തത്? അവിടെയാണ് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തു, അതിബ്ഹു ബിദിക്രില്ല, നീ അതിനെ ലോലമാക്കണം എന്നാണ്. എങ്ങനെ? മനസ്സ് നീ ലോലമാക്കണം. എങ്ങനെ? ബിദിക്രില്ല, റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദിക്റുള്ള നമ്മുടെ നാവിൽ എന്നും നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ ഈമാനുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ്.